ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്കൊരു തക്കാളി ദോശയും ഉള്ളി ചമ്മന്തിയും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് തക്കാളി ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ 4 തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്നതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കണ ഈ ദോശയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി നമുക്കൊരു 10-15 മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. കുറച്ച് ഒരു പിടി കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടെ നമുക്ക് 2 കറിവേപ്പില കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2ആയിട്ട് പൊളന്നിട്ട് അതിലിട്ട് ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നമുക്ക് മുളകും ഉള്ളിയും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു ശകലം പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. നരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാം. അതായത് ഒട്ടും പുളിയില്ലാത്ത തൈര്. അതൊരു ശകലം ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ലതുപോലെ. അപ്പോൾ നമ്മുടെ മാവ്, തക്കാളി ദോശയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ദോശയ്ക്ക് വയ്ക്കാം. നല്ലെണ്ണയാണ് ബ്രഷ് ചെയ്യുന്നത്. നല്ലെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല മുരിഞ്ഞ ഗോതമ്പ് ദോശയും തക്കാളി ദോശയും ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.